ഞാൻ നിൽക്കുന്ന ഈ മനോഹരമായ സ്ഥലം എവിടെയെന്നായിരിക്കും എല്ലാവരും ആലോചിക്കുന്നത്. മൂന്നാറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സൂര്യനെല്ലിയിലെ കൊളുക്കുമല സന്ദർശിക്കാതെ ആരും പോകാറില്ല. ഈ കൊളുക്കുമല സന്ദർശനത്തിനായി പോകുമ്പോൾ ഈ വഴിയിലാണ് ഡ്യുവൽ സിപ്പ് ലൈൻ ഉള്ളത്. യുവാക്കളാണ് ഈ ഡ്യുവൽ സിപ്പ് ലൈൻ നടത്തുന്നത്. ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് തന്നെ ചോദിച്ചാൽ. ഡ്യുവൽ സിപ്പിന്റെ ടിക്കറ്റ് കൗണ്ടർ ആണല്ലേ? എങ്ങനെ ടിക്കറ്റ്? ഇവിടെ 500 രൂപയുള്ളൂ ടിക്കറ്റിന് ഒരാൾക്ക്. നമുക്ക് 2 പേർക്കായിട്ട് പോവാം. കുട്ടികൾ ഉണ്ടെങ്കിൽ 20 കിലോയ്ക്ക് താഴെയാണെങ്കിൽ മാത്രം 250 ചാർജ് ചെയ്യുന്നുണ്ട്. 3 വയസ്സ് തൊട്ടുള്ള കുട്ടികൾ സഹിതം പോകാൻ പറ്റും. ഈ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കുറേ ഉണ്ടല്ലോ, അപ്പോൾ നിരവധി ആൾക്കാർ വരുന്നുണ്ടോ അവിടെ? അങ്ങനെ നമുക്ക് കൊളുക്കുമലയിലേക്കുള്ള ഗസ്റ്റുകളാണ് കൂടുതലും ഇവിടെ വരുന്നത്. പിന്നെ OBTs ഒക്കെ വരുന്നത് മാത്രമേ വരാറുള്ളൂ. കുറച്ച് അകത്തേക്കാണല്ലോ. പക്ഷേ അഡ്വഞ്ചർ ആക്ടിവിറ്റീസും പിന്നെ ഈ ഒരു ക്ലൈമറ്റും ഒക്കെ താല്പര്യമുള്ളവർ ഒത്തിരി വരുന്നുണ്ട്. ലോങ്ങസ്റ്റ് ആണ് സിപ്പ് ലൈൻ, കേരളസ് ലോങ്ങസ്റ്റ് ഡ്യുവൽ സിപ്പ് ലൈൻ. 2 പേർക്ക് സഞ്ചരിക്കാൻ പറ്റുന്നതിൽ ലോങ്ങസ്റ്റ് ഇതാണ്. ഇത് നമ്മുടെ സിപ്പ് ലൈൻ്റെ പേര് അഡ്വൻട്രോൺ ഡുവൽ സിപ്പ് ലൈൻ എന്നാണ്. ഡുവൽ സിപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ കേരള ലോങ്ങസ്റ്റ് ഡുവൽ സിപ്പ് ലൈൻ ആണ്. 600 മീറ്റർ ആണ് ലെങ്ത്ത്. നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് നമ്മുടെ ടീ പ്ലാന്റേഷൻ്റെ മേളിലേക്കൂടെയാണ് വരുന്നത്. ലാസ്റ്റ് നമുക്കൊരു ചെറിയൊരു ഷോല, ഒരു ഗ്രാസ് ലാൻഡ് ക്ലിയർ ആയിട്ടാണ് പോകുന്നത്. ഒരുപാട് ഗസ്റ്റുകൾ വരുന്നുണ്ട്. നമ്മൾ മോർണിംഗ് 7 മണിയാകുമ്പോൾ നമ്മുടെ സിപ്പ് ലൈൻ ഓപ്പൺ ആണ്. ഈവനിങ് ടിൽ 5 o'clock വரைക്കും. പിന്നെ തിരക്കുണ്ടെങ്കിൽ ക്രൗഡ് ഉണ്ടെങ്കിൽ നമ്മളൊരു 6 മണി വരെ ഉണ്ട്. ഈ മഴ സമയത്തൊക്കെ അല്ല, മഴ സമയത്ത് നമ്മൾ വിടാറില്ല. എന്ന് വെച്ചാൽ അഡ്വഞ്ചർ ആക്ടിവിറ്റികൾ മഴ വരുമ്പോൾ വെതറിനനുസരിച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വെക്കണം എന്നാണ് ഗവൺമെൻറ് റൂള്. ഇവിടെ വരുന്ന സൂര്യനെല്ലിയിൽ വരുന്നത് മെയിനായിട്ട് ആൾക്കാർ വരുന്ന കൊളുക്കുമല സൺറൈസ് കാണാനാണ്. സൺറൈസ് കണ്ട് വന്നവരാണ് നമ്മുടെ മെയിനായിട്ട് കസ്റ്റമർ. വരുന്നവരെല്ലാവരും മാക്സിമം ഇത് എൻജോയ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഒരു മാസം മുമ്പ് അർജുന ഷോന്റെ ഒരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരിത് കണ്ടപ്പത്തിന് ചെയ്യണമെന്ന് പറഞ്ഞ് വന്ന് ചെയ്തായിരുന്നു. ഇത് നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിൽ കൂട്ടുകാർ ചേർന്ന് തുടങ്ങിയേക്കണതാണ്. വിജയകരമാവുന്നുണ്ടോ? വിജയകരമാവുന്നുണ്ട്, വരുന്നു. എന്നുവെച്ചാൽ ഇനിയുള്ള കാലഘട്ടത്തിൽ അഡ്വഞ്ചർ ടൂറിസമാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുള്ളൂ. നോർമൽ ടൂറിസത്തിനേക്കാളും അഡ്വഞ്ചർ ടൂറിസമാണ് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോകും. സിപ്പ് ലൈനിൽ ഞാൻ ആദ്യത്തെ തവണയാണ് പോണത്. എനിക്ക് ഇതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് അറിയില്ല. ഏതായാലും ഞാൻ അവിടെ എത്തിയ ശേഷം ഇതിൻ്റെ ഒരു ഫീലിങ്സ് ഞാൻ പ്രേക്ഷകരായിട്ട് പങ്കുവയ്ക്കുന്നതാണ്. ഏതായാലും ഒന്ന് പോയി നോക്കാം. ഈ ഡ്യുവൽ സിപ്പ് ലൈനിൻ്റെ ഒരു ഫീലിങ്സ് പറഞ്ഞറിയിക്കാൻ വയ്യ. കാരണം ഇവിടെ എത്തുന്ന സഞ്ചാരികൾ അത് അനുഭവിച്ചാലേ മതിയാവും. കാരണം കൊളുക്കുമല പോകുന്ന വഴിക്ക് തന്നെയാണ് ഈ യുവ സംരംഭകരുടെ ഈ ഡ്യുവൽ സിപ്പ് ലൈൻ ഉള്ളത്. ഏതായാലും ഇവിടെ വരുമ്പോൾ ഇവിടെ കയറിയിട്ട് പോകണം. അതിൻ്റെ ഒരു ഫീലിങ്സ് വേറെ തന്നെയാണ്. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.